നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. 1.15 കോടി രൂപ മുടക്കി നവകേരള യാത്രയ്ക്ക് തയ്യാറാക്കിയ ബസ് കോഴിക്കോട് ബംഗളൂരു റൂട്ടിൽ ഓടിക്കാൻ തീരുമാനം. ഇതിനായി പെർമിറ്റ് അടക്കമുള്ളവയിൽ മാറ്റം വരുത്താൻ നടപടി തുടങ്ങി. പലയിടങ്ങളിൽ ബസ് മാസങ്ങളായി വെറുതെ കിടന്ന് നശിക്കുന്നത് വിവാദമായതിനു പിന്നാലെയാണ് തീരുമാനം. ടിക്കറ്റ് കൊടുത്ത് ആളുകൾ യാത്ര ചെയ്യാൻ സാധിക്കുന്ന രീതിയിലേക്ക് മാറ്റുന്നതിനായി കോൺട്രാക്ട് കാരേജ് ആയിരുന്നു പെർമിറ്റ് സ്റ്റേജ് കാരേജ് ആക്കി മാറ്റം വരുത്തും. അന്തർ സംസ്ഥാന യാത്രയ്ക്കുള്ള പെർമിറ്റ് നേടാനും നടപടികൾ തുടങ്ങിയിട്ടുണ്ട്. സ്റ്റേജ് കാരേജ് പെർമിറ്റിൽ സർവീസ് നടത്തുന്നതിനു വേണ്ടി സീറ്റുകളിലടക്കം ബസ്സിനുള്ളിൽ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. മുഖ്യമന്ത്രിക്ക് ഇരിക്കാൻ തയ്യാറാക്കിയ പ്രത്യേക സീറ്റ് അഴിച്ചുമാറ്റി. നവകേരള സദസ്സിന് ശേഷം ബസ്സിനുള്ളിൽ സർവീസ് നടത്തുന്നതിനാവശ്യമായ മാറ്റങ്ങൾ വരുത്താൻ ബസ്സിന്റെ ബോഡി നിർമ്മിച്ച ബംഗളൂരുവിലുള്ള പ്രകാശ് ബസ് ബോഡി ബിൽഡിംഗ് കമ്പനിയിലേക്ക് മാറ്റിയിരുന്നു. ഒരാഴ്ചയ്ക്കുള്ളിൽ തീർക്കാവുന്ന പണികൾ മാത്രമുള്ള ബസ് 3 മാസത്തോളം അവിടെ കിടന്നു. 1 മാസം മുമ്പ് ബസ് പാപ്പനംകോട് സെൻട്രൽ വർക്സിൽ എത്തിയെങ്കിലും നിരത്തിലിറക്കാൻ നടപടികൾ ഉണ്ടായിരുന്നില്ല. ഇത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ചർച്ചയായതോടെ തിരിച്ചടിയാകുമെന്ന് ഭയന്നാണ് പെർമിറ്റ് മാറ്റാനുള്ള നടപടികൾ തുടങ്ങിയത്. ന്യൂസ് ഡെസ്ക്, ജന്മഭൂമി.